ഭഗവത്ഗീത സംഖ്യായോഗം അധ്യായം 2 ശ്ലോക 11. ഭഗവാൻ കൃഷ്ണനോട് അർജുനന്റെ സറണ്ടറിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ശിഷ്യനാവും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ തുടങ്ങുന്നത് അശോച്യാനന്യശോചസ്ത്വം എന്നാണ്. നീ ദുഃഖിക്കരുത് എന്നാണ്. ഭഗവത്ഗീതയുടെ കാതൽ പറയുന്നത് ഇവിടെയാണ്. അശോച്യാനന്യശോചസ്ത്വം എന്നാണ്, ദുഃഖിക്കരുത് എന്ന്. ഭഗവത്ഗീതയുടെ എസൻസ് എന്താണെന്ന് ചോദിച്ചാൽ നീ ദുഃഖിക്കരുത് എന്ന് പറയുന്നതാണ്. അത് പറയുന്ന ശ്ലോകമാണ് ഇവിടെ. ഗതാസുന ഗതാസുംശ്ച നാനിശോചന്തി പണ്ഡിതാഹ. നമ്മൾ ആൾക്കാർ വന്നും പോയിക്കൊണ്ടേയിരിക്കും, ചത്തുപോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. അർജുനൻ അങ്ങനെയാ പറയുന്നത്. നീ ചത്തുപോയാലും കുഴപ്പമൊന്നുമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. മാക്സിമം എന്താ സംഭവിക്കുക യുദ്ധത്തിൽ? മരണമാണ്. അതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പാസ്സാവുമോ തോക്കോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എൻ്റെ സ്റ്റുഡൻറെ. നീ പരീക്ഷ എഴുത്, ബാക്കി കാര്യം പിന്നെ നോക്കാന്നുള്ളതാണ്. മാക്സിമം എന്താ പറ്റത്തോക്ക, തോറ്റു കഴിഞ്ഞാൽ പിന്നെയും എഴുതാം. അതുപോലെയാണ്. ഭയപ്പെടേണ്ട കാര്യമില്ല റിസൾട്ടിനെ കുറിച്ച്, എന്ത് സംഭവിക്കുമെന്നുള്ളത്. എക്സാം വന്നും പോയിക്കൊണ്ടേയിരിക്കും, എഴുതുക, അതാണ് ചെയ്യേണ്ടത്. അതാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ദുഃഖിക്കരുത്, എക്സാമിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, വേവലാതിപ്പെടേണ്ട കാര്യമില്ല, എഴുതൂ എന്നാണ് പറയുന്നത്.